എന്താ? ഈ വിരേഷണം ഇവിടെ കിടക്കുന്നതിന് നീ എന്തിനാ ഇത്ര ഭയപ്പെടുന്നത്? എന്താ? എന്തു പറ്റി? സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് ഇറങ്ങിയതാണോ? മാനേജർ മാഡം, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേ, ഞാൻ റെഡിയായിട്ട് ഇപ്പോൾ വരാം. എന്നിട്ട് മാനേജർ മാഡത്തിനെ ഞാൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇനി പേടിക്കണ്ട. നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര ചെയ്താലും സംസാരിച്ചാലും ഒന്നും അമ്മ പ്രശ്നം ഉണ്ടാക്കില്ല. അതിനുള്ള മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ നിൽക്കേ, ഞാനിപ്പോ വരാം. ഹലോ, ഞാൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. എന്റെ ഭാര്യ മിസ്സസ് ദേവൂട്ടി മാനേജർ കസേരയിൽ ഇരിക്കുന്നത് എനിക്ക് കണ്ണു നിറച്ചെന്ന് കാണണം. സ്കൂളിൽ വിട്ടിട്ട് പോയാ മതിയെന്നോ? അയ്യോ ദേവൂട്ടി, മാനേജറെ ആ പോസ്റ്റിൽ എനിക്കൊന്ന് കാണണ്ടേ? അതെ മാനേജർ മാഡം, ഭർത്താവായ എന്റെ ഒരു ആഗ്രഹത്തിന് പച്ചക്കൊടി വീശണം. പ്ലീസ്, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. പ്ലീസ്. എന്താ അവിടെ? സ്കൂളിലേക്ക് ഞാനും വരുന്നുണ്ട്. അല്ല, അമ്മ പറയേണ്ട കാര്യമുണ്ടോ? പുതിയ മാനേജർ ദേവൂട്ടിയാണല്ലോ. അതിനെന്താ കുഴപ്പം? മാനേജർ ഇവളാണെങ്കിലും എന്തൊക്കെ ഏതൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ വരുന്നത്. അല്ല, അമ്മ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണോ? ആ, അതിനെന്താ കുഴപ്പം? അല്ല, ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന അമ്മയ്ക്ക് തലകറക്കും ഛർദിയൊക്കെ വരില്ലേ? ആ, ഇപ്പൊ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഓക്കെ. അതെന്നു മുതൽ? ഓ, എന്റെ കല്യാണം കഴിഞ്ഞ മുതലായിരിക്കും അല്ലേ? സന്ദീപേ, ദേ നീ വെറുതെ എന്നോട് തർക്കിക്കാൻ നിക്കല്ലേ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഓ ശരി, തന്റെ ആഗ്രഹം പോലെ തന്നെ അമ്മ തന്റെ മുന്നിൽ ഇരുന്നോട്ടെ. എന്റെ മുന്നിൽ ശൗര്യത്തോടെ പത്തി വിടർത്തു നിൽക്കാൻ
നിനക്കാവുന്നുണ്ടല്ലോ ഇപ്പോ. സുരാരി ബന്ധനത്തിന്റെ കവചം ഭേദിച്ച് ദേവൂട്ടി പുറത്തു പോകാതെ നോക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് നിനക്കതിന് സാധിച്ചോ?